So, we will discuss S2 Max in the first module of vector calculus limits and derivatives of vector valued function. So, we will discuss the limit of a vector valued function. That is, a vector valued function limit. So, if vector r of t is equal to 3t I cap plus cos t j cap plus 5 plus t k cap, find limit t tends to 0 r of t. Question is r of t തന്നിട്ടുണ്ട് എങ്കിൽ r of t യുടെ ലിമിറ്റ് t tends to 0 എത്ര? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ r of t യുടെ സ്ഥാനത്ത് തന്നിരിക്കുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താവും? ലിമിറ്റ് t tends to 0 3t I cap plus cos t j cap plus 5 plus t k cap. എന്നിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ലിമിറ്റ് എടുക്കുക. ഇൻഡിവിജ്വൽ ആയിട്ട് ലിമിറ്റ് എടുക്കുമ്പോൾ എന്ത് വരും? ലിമിറ്റ് t tends to 0 3t I cap plus ലിമിറ്റ് t tends to 0 cos t j cap plus ലിമിറ്റ് t tends to 0 5 plus t k cap. Limit t tends to 0 3t I cap. 3t യുടെ ലിമിറ്റ് എന്താണ്? tക്ക് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 into 0 0. അപ്പോൾ I cap ഇല്ല അവിടെ. പ്ലസ് ലിമിറ്റ് t tends to 0 cos t j cap. cos t j cap. വാട്ട് ഈസ് cos 0? cos 0 1 ആണ്. സോ അതിൻ്റെ ഉത്തരം 1 j cap ആണ്. പ്ലസ് ലിമിറ്റ് t tends to 0 5 plus t k cap ആണ്. അപ്പോൾ tക്ക് 0 കൊടുക്കുക. അപ്പോൾ ഉത്തരം എന്താണ്? 5 ആണ്. സോ നമ്മുടെ ഉത്തരം എന്താണ്? 0 I cap പ്ലസ് j cap പ്ലസ് 5 k cap. ഇതാണ് നമ്മുടെ ഉത്തരം. സോ ഇങ്ങനെയാണ് നമ്മളൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ r of t തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് കണ്ടെത്തുന്നത്. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൗ ടു ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ r of t യുടെ ഡെറിവേറ്റീവ് ഇങ്ങനെ എടുക്കാം. നമുക്കറിയാം r of t is equal to x I cap plus y j cap plus z k cap ആണ്. സോ നമ്മൾ ചെയ്യേണ്ടത് വാട്ട് ഈസ് dr by dt. dr by dt എടുക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഡെറിവേറ്റീവ്സ് എടുക്കുക. ആരുടെയൊക്കെയാണ്? എക്സ് വൈ ഇസഡ്, അവരുടെയൊക്കെ ഇൻഡിവിജ്വൽ ഡെറിവേറ്റീവ്സ് എടുക്കുക. അപ്പോൾ എന്തായിട്ട് മാറും? dr by dt is equal to dx by dt I cap plus dy by dt j cap plus dz by dt k cap. സോ ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ r of t എന്ന് പറയുന്നത്. സോ ഒന്നുകൂടെ പറയാം, വെക്ടർ r of t is equal to x I cap plus y j cap plus z k cap ആണെന്ന് അറിയാം. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് എടുക്കുക. സോ ഡി എക്സ് ബൈ ഡി ടി ഐ ക്യാപ് പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ ക്യാപ് പ്ലസ് ഡി സെഡ് ബൈ ഡി ടി കെ ക്യാപ്. ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. സോ ഇനി നമുക്ക് പറയാനുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഓഫ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ r of t യുടെ ഡെറിവേറ്റീവ് എടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ് നമുക്ക് പറയാനുള്ളത്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് r of t യുടെ ഡെറിവേറ്റീവ് എടുത്താൽ അതിൻ്റെ ഉത്തരം എന്താണ്? പ്രോഡക്റ്റ് ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് r of t യുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് c ഇൻറ്റു r of t. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കാം. സോ c ഇൻറ്റു ഡി ആർ ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു c ഇൻറ്റു r ഡാഷ് ടി. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ഡെറിവേറ്റീവ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് vector valued function r of t is equal to a constant into derivative of vector valued function. So ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the derivative of sum or difference of a vector valued function. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. അതായത് രണ്ട് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനുകളുടെ സമ്മോ ഡിഫറൻസോ എടുക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഉത്തരം? സോ രണ്ട് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ സമ്മോ ഡിഫറൻസോ എടുത്തിട്ട് അത് ഡെറിവേറ്റീവ് എടുക്കുകയെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡെറിവേറ്റീവുകളുടെ സമ്മോ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ കാണാം. സോ ഡി ബൈ ഡി ടി ഓഫ് r1 പ്ലസ് ഓർ മൈനസ് r2 എന്ന് പറയുന്നത് dr1 ബൈ ഡി ടി പ്ലസ് ഓർ മൈനസ് dr2 ബൈ ഡി ടി ആണ്. സോ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡി ബൈ ഡി ടി ഓഫ് r1 ഡോട്ട് r2. ഇത് ഞാൻ പറയുന്ന ഓർഡറിൽ തന്നെ പറയണം. ഡി ബൈ ഡി ടി ഓഫ് r1 ഡോട്ട് r2 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഡോട്ട് derivative of second, first function dot derivative of second plus derivative of first dot second. The first function dot derivative of second plus derivative of first dot second, that is r1 dot dr2 by dt plus dr1 by dt dot r2. ഇവിടെ ഓർഡർ മാറിപ്പോയ പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഓർഡർ തെറ്റരുത്. സോ രണ്ട് ഒരുമിച്ച് ഒരേപോലെ പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. അല്ലാതെ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഓർഡർ തെറ്റി അവസാനം പ്രോബ്ലം പോലും തെറ്റിപ്പോകും. അതുകൊണ്ട് ഈ ഓർഡർ തന്നെ ഫോളോ ചെയ്യുക. സോ ഡി ബൈ ഡി ടി ഓഫ് r1 ഡോട്ട് r2 ഇസ് ഈക്വൽ ടു ദ ഫസ്റ്റ് ഫംഗ്ഷൻ r1 ഡോട്ട് dr2 by dt plus
dr1 by dt dot r2. അതേപോലെ what is d by dt of r1 cross r2, that is derivative of cross product of two vector valued function. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റ് തന്നെ, ഫസ്റ്റ് ഫംഗ്ഷൻ ക്രോസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ക്രോസ് സെക്കൻഡ്. The first function cross derivative of second plus derivative of first cross second, that is r1 cross dr2 by dt plus dr2 by dt cross dr1 by dt cross r2. ഒന്നുകൂടെ പറയാം, r1 cross dr2 by dt plus dr1 by dt cross r2. സോ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, if r is a function of time and time is a function of theta, then what is dr by d theta? If r is a function of time and time is a function of theta, then what is dr by d theta? So dr by d theta എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, dr by d theta into dt by dt ചെയ്താൽ മതി. So what is dr by d theta? dr by d theta is equal to dr by d theta into dt by dt. എന്നിട്ട് മിസ്പ്ലേസ് ചെയ്യുക. സോ എന്തായിട്ട് മാറും? dr by dt into dt by d theta. സോ അതൊരു റിസൾട്ട് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ വാട്ട് ഈസ് dr by d theta? dr by d theta ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ടേക്ക് dr by dt, then take dt by d theta, then take the product. So dr by d theta is equal to dr by dt into dt by d theta. So ഇനി നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, if the vector valued function is a curve, അതായത് if r of t is a curve, then derivative of r of t is the tangent vector. അതായത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ r of t എന്ന് പറയുന്നത് ഒരു കർവ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ടാൻജൻറ്റ് വെക്ടറാണ്. So if r of t is vector valued function which is a curve, then the derivative of r of t gives tangent vector. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, how to prove that r and r dash are orthogonal and r and r dash are collinear. ആറും ആർ ഡാഷും ഓർത്തഗണൽ ആണെന്നും ആറും ആർ ഡാഷും കൊളീനിയർ ആണെന്നും എങ്ങനെയാണ് നമ്മൾ തെളിയിക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊളീനിയർ പ്രോപ്പർട്ടി നോക്കാം. ആറും ആർ ഡാഷും കൊളീനിയർ ആണെങ്കിൽ രണ്ടുപേരുടെയും ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫ് ആർ ക്രോസ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 0, ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി കൊളീനിയർ. ബോത്ത് ആർ സെഡ് ടു ബി കൊളീനിയർ. ഇനി ആറും ആർ ഡാഷും ഓർത്തഗണലാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്? ആറും ആർ ഡാഷും ഓർത്തഗണലാണെങ്കിൽ their dot product will be 0. That is r dot r dash is equal to 0 implies both are orthogonal. ഇതെങ്ങനെ ഓർത്തിരിക്കും? കൊളീനിയറിന് ക്രോസ് എന്നും ഓർത്തഗണലിന് ഡോട്ട് എന്നും. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, നമുക്കറിയാം എ ക്രോസ് ബി is equal to എ ബി സൈൻ തീറ്റ എന്നും എ ഡോട്ട് ബി is equal to എ ബി കോസ് തീറ്റ എന്നും. അപ്പോൾ സൈനും കോസും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിചാരിക്കേണ്ടത് കൊളീനിയറാണ്. കൊളീനിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ബോത്ത് ആർ ഓൺ ദ സെയിം ലൈൻ, കൊളീനിയർ. സോ പാരലൽ. പാരലൽ മീൻസ് ആംഗിൾ 0. സോ സൈൻ 0 ആണ് 0 ആവുന്നത്. സോ ക്രോസ് പ്രോഡക്റ്റ് 0 ആവും. സോ കൊളീനിയർ എന്ന് പറയുമ്പോൾ ആംഗിൾ 0. സോ ക്രോസ് പ്രോഡക്റ്റ് അപ്പോൾ 0 ആവും. സോ കൊളീനിയർ ആണെന്ന് തെളിയിക്കാൻ ഒരു വെക്ടറും അതിൻ്റെ ഡെറിവേറ്റീവ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആണെന്ന് തെളിയിച്ചാൽ മതി. സോ ആർ ക്രോസ് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 0. ഇനി ഓർത്തഗണലാണെങ്കിലോ ദേ വിൽ ബി ഇൻ 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും രണ്ടുപേർക്കിടയിലുള്ളത്. സോ നമ്മൾ ഈ ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും നോക്കുമ്പോൾ കോസ് 90 ഈക്വൽ ടു 0. സോ ഓർത്തഗണലാണെങ്കിൽ ആർ ഡോട്ട് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 0. ഇനി അങ്ങോട്ടുള്ള കണക്കുകളിൽ നമ്മൾ ടാൻജൻറ്റ് വെക്ടറിനെ കുറിച്ചും നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ ആക്സിലറേഷനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.